നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? അതിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. Question number 1 നോക്കാം. We have arrived at conclusions about the shape of the earth through various observations and experiments. First question എന്താണ്? Nowadays we have many scientific evidences about the shape of the earth. The spherical shape of earth is slightly flattened at the poles and bulged at the equator. Name this shape. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ മനസ്സിലായി അല്ലേ? ഷേപ്പ് ഓഫ് എർത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ബേസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിൽ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ എർത്തിൻ്റെ ഷേപ്പിൻ്റെ പേര് എഴുതാൻ, ആ സ്പെറിക്കൽ ഷേപ്പിന് നമ്മളൊരു പേര് കൊടുക്കുന്നുണ്ട്. ആ പേര് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ മൈൻഡിൽ വരണം. മൈൻഡിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ടെക്സ്റ്റ് എടുക്കുക, തുറന്ന് നോക്കുക, പഠിക്കുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? സം കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദീസ് കോൺസെപ്റ്റ്സ് ഫ്രം ഏൻഷ്യൻറ്റ് ടു മോഡേൺ. കുറച്ച് കോൺസെപ്റ്റ് നമ്മുടെ ഷേപ്പ് ഓഫ് എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണം? പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരുന്ന ആ ഒരു ഓർഡറിൽ, അതായത് ഓൾഡസ്റ്റ് ടു ന്യൂവെസ്റ്റ് എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അറേഞ്ച് ചെയ്യണം. അതുപോലെ വേറൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മുടെ സയൻറ്റിസ്റ്റുകളെയും തന്നിട്ടുണ്ട്, അവരുടെ ഫൈൻഡിങ്സും തന്നിട്ടുണ്ട്. പക്ഷേ അത് ഏത് കോൺസെപ്റ്റ് ആരുടെയാണെന്ന് തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ദ പേഴ്സണാലിറ്റീസ് വിത്ത് ദെയർ ഫൈൻഡിങ്സ് ആണ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മുടെ ടെക്സ്റ്റിലെ സെയിം പോർഷനിൽ ചോദിച്ചിട്ടുള്ളതാണ്, രണ്ട് ഡിഫറെൻറ്റ് ഇയേഴ്സിൽ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഷേപ്പ് ഓഫ് ദ എർത്ത് ബിലീവ്സ് ടു റിയാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ളതാണ്. ഇവിടെ ഓരോ പോയിൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരും അവരുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. കാണാതെ പഠിക്കാൻ നിന്നാൽ നമുക്ക് കൺഫ്യൂഷനാവും. മനസ്സിലാക്കി പഠിച്ച് ഒരു കഥ പോലെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് എർത്ത് വെച്ച് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻ അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ. അതാണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് അല്ലേ? പോൾസിൽ ഫ്ലാറ്റ് ആയിരിക്കും, ഇക്വേറ്ററിൻ്റെ ഭാഗത്തോട്ട് കുറച്ച് ബൾജ് ചെയ്തിരിക്കും. ആ ഒരു ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ജിയോയിഡ്. ആ ജിയോയിഡിൻ്റെ മീനിങ് എന്താണ്? എർത്ത് ഷേപ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. സോ നമ്മുടെ ഈ രണ്ട് ആക്ടിവിറ്റി, രണ്ട് ഡിഫറെൻറ്റ് ഇയേഴ്സ് ചോദിച്ച് ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ചെയ്ത് ഈ ഒരു ഒറ്റ പേജിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കുക, കൂടെ തന്നെ പഠിച്ചു പോവുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും ഓർത്തെടുക്കാനും കഴിയുന്നുണ്ടെങ്കിൽ നല്ലത്. ഇനി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ ടെക്സ്റ്റ് എടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ആൻസർ കണ്ടുപിടിച്ച് പഠിച്ചു പോവുക. ഓക്കെ, ഞാനിവിടെ കോൺസെപ്റ്റും കാര്യങ്ങളും പറയുന്നില്ല. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുന്നത്? മാക്സിമം ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയയാണ് തരുന്നത്. അല്ലാതെ കറക്റ്റായിട്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. സോ നമുക്ക് വേഗം തന്നെ ഒരു കുഞ്ഞു വീഡിയോയിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ്, അതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. നമുക്കറിയാം അല്ലേ, നമ്മൾ എർത്തിലൊരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിനും ലൈനും ഇടയിലായിരിക്കും ആ പ്ലേസ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻസ് ഇതൊക്കെയാണ് എന്നെല്ലാം നമുക്കറിയാം. സോ ഇവിടെ ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റി അപ്പോൾ തയ്യാറാക്കിയൊരു നോട്ട് തന്നിട്ടുണ്ട്. അതുപോലെ ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് പഠിച്ച് വെക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമല്ലേ, നമ്മുടെ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടെന്ന് അറിയാം. ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റി ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കുക. ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റിയും ടെക്സ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആൻസർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതിയെടുത്ത് ഒരു 2 times എഴുതി പഠിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ എഴുതി പഠിക്കാം, അല്ലെങ്കിൽ ഒരു 5 തവണ വായിച്ചാലും മതി. നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും. ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ തന്നിട്ടുള്ളത്. അതുകൂടാതെ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിഗർ. ഈ ഫിഗർ അല്ലെങ്കിൽ വേറൊരു ഫിഗറും ഉണ്ട്, ഞാനത് പോകെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേറ്ററിൻ്റെ ഡിഗ്രി ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, കാപ്രിക്കോൺ, നോർത്ത്, സൗത്ത്, പോൾസിലുള്ള ഡിഗ്രി ഏതാണ്? ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതെന്തായാലും വരയ്ക്കാൻ പഠിച്ചു വയ്ക്കുക. ഒരു
ഒരു 10 തവണയെങ്കിലും വരച്ച് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്കായി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസേഴ്സ് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. The house that we build, the dress we wear, and the food we eat are not made using the materials from our surroundings, but pygmies totally depend the nature for their living. ഇപ്പം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതെല്ലാം നമ്മുടെ പരിസരത്തു നിന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തുനിന്ന് വരും അല്ലേ, നമ്മുടെ ഡ്രസ്സൊന്നും നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. പക്ഷേ പിഗ്മീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർ കംപ്ലീറ്റ്ലി നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, പിഗ്മീസ് എവിടെയാണ് ജീവിക്കുന്നത്, അവരെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, അവരുടെ ഫുഡ്, അവരുടെ ക്ലോത്തിങ്, അവരുടെ ഷെൽട്ടർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് പിഗ്മീസ്. പിക്ചറിൽ നമുക്ക് പിഗ്മീസിനെ കാണാം. അവർ ഹണ്ട് ചെയ്യാൻ പോകുന്ന ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവർ കുറച്ച് ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണ്, ഡാർക്ക് കോംപ്ലക്ഷനാണ്. കസാവ, തപ്പിയോക്ക, നമ്മുടെ മരച്ചീനി, കപ്പ എന്ന് പറയുന്ന ആ ഒരു ഐറ്റമാണ് ഇവരുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്. ഹണ്ട് ചെയ്ത മീറ്റും കഴിക്കാറുണ്ട്, ഗ്യാതേർഡ് അവർ കളക്ട് ചെയ്യുന്ന ഫ്രൂട്ട്സും കഴിക്കാറുണ്ട്. അവരെപ്പോഴും വെയർ ചെയ്യുന്നത് ഡിയർ സ്കിന്നോ ലീവ്സോ ഒക്കെ ആയിരിക്കും അവരുടെ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുക, അവരുടെ ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബ്രോഡ് ലീവ്സ്. വലിയ ഇലകളും മരച്ചില്ലകളും ഉപയോഗിച്ചിട്ട് സെമി സർക്കുലർ ഷേപ്പിലുള്ള വീടുകൾ നിർമ്മിച്ചിട്ട് അവിടെയാണ് അവർ താമസിക്കുക. ആൻഡ് ദേ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. അവരെന്ത് ചെയ്യുന്നു, അവർ ഫോറസ്റ്റിനെ അധികമായി സ്നേഹിക്കുകയും അതിനെ കൺസേർവ് ചെയ്ത് ഫോറസ്റ്റിൻ്റേതായ രീതിക്ക് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൈഫാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിച്ച് വരുന്നത്. ദെൻ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്കയിൽ കോങ്കോ ബേസിനിലാണ് പിഗ്മീസ് താമസിക്കുന്നത്. അവിടുത്തെ കുറച്ച് പെക്യുലാരിറ്റീസും തന്നിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The climate and flora fauna in deserts have its own innate features. Deserts ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലേസ് ആണല്ലോ. അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ വെജിറ്റേഷൻ, അവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നും. അവിടെ എങ്ങനെ ജീവിക്കും എന്നെല്ലാം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് തോന്നിയേക്കാം. അതിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A fruit which grows in deserts is commonly available in Kerala. Name the fruit. ഏത് ഫ്രൂട്ട് ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, then what are the features of vegetation in deserts and describe the climatic features in deserts. ഈ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാക്ടേ, അക്കേഷ്യ, അതൊക്കെയാണ് കോമൺ വെജിറ്റേഷൻ. ഇവിടെ എന്താണ്, ഇതൊരു ഡ്രൈ ലാൻഡ് ആണല്ലേ. അവിടെ വെരി ഹൈ ടെമ്പറേച്ചറും ഡ്രൈ വിൻഡ്സും ഉണ്ടാവാറുണ്ട്. ആൻഡ് ദ കാക്ടേ ഹാവ് നോ ലീവ്സ്, ഓൺലി ഫ്ലഷി സ്റ്റെം. ആ ഫ്ലഷി സ്റ്റെം മാത്രമാണ് അവർക്കുള്ളത്, അവർക്ക് ലീവ്സ് ഒന്നുമില്ല. ആൻഡ് a few species of animals adapted to the physical conditions of hot deserts are seen here. ഡെസേർട്ടിൻ്റേതായ ആ ഒരു ഹോട്ട് ക്ലൈമറ്റിക് കണ്ടീഷനിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. ഹണ്ടിങ്ങും കാറ്റൽ റെയറിങ്ങും ആണ് അടുത്ത മേജർ ലേബിലോഡ് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ഡയറ്റ് എന്ന് പറയുമ്പോൾ മീറ്റ്, മിൽക്ക്, മില്ലറ്റ്സ്, ഡേറ്റ്സ് ഒക്കെയാണ്. ആൻഡ് വേറൊരു കാര്യം, ഡു യു നോ ദ കോമൺ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡേ ടെമ്പറേച്ചർ വളരെ ഹൈയും നൈറ്റിൽ തണുപ്പുമായിരിക്കും. സമ്മേഴ്സ് വെരി ഹോട്ടാണ്, ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഇസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻറ്റേഴ്സ്. ഒരു എക്സ്ട്രീമാണ് അല്ലേ, സമ്മേഴ്സിൽ വെരി ഹോട്ട്, വിൻറ്റേഴ്സിൽ വളരെ ചെറിയ ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടുത്തെ മേജറായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, റെയിൻഫോള് വളരെ വളരെ കുറവാണ്. സോ ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് എടുക്കുക, ഡെസേർട്ടിൻ്റെ ഭാഗം വായിക്കുക, അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റിയെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതും ക്വസ്റ്റ്യനായിട്ട് വരാവുന്നതാണ്. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക, പഠിക്കുക. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ A, ദ ഫ്രൂട്ട് വിച്ച് ഗ്രോസ് ഇൻ ഡെസേർട്സ് ഇസ് കോമൺലി അവൈലബിൾ ഇൻ കേരള. അതേത് ഫ്രൂട്ടാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ദെൻ മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Medieval period in India contributed a lot to the sculptures and architecture. Even now, they are the symbols of rich and diverse cultural tradition of India. Medieval India നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ. നെയിം ദ 2 most significant movements in the field of literature at that time. നമുക്കറിയാം, ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റും. And what were some of the salient features found in the poems at that time? ആ സമയത്തുള്ള പോയംസിലൊക്കെയുള്ള പ്രത്യേകത എന്തായിരുന്നു? അത് മെയിനായിട്ടും
പ്രാദേശിക ഭാഷയ്ക്ക് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അതായത് റൈറ്റിങ്സ് ആയിരുന്നു. കോമൺ ലാംഗ്വേജ്, നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയിലുള്ള വർക്ക്സ് ആയിരുന്നു കൂടുതൽ. പിന്നെ ഭക്തിസമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സും ഉണ്ടായിരുന്നു. Then Malayalam is also a language which is developed through this movement. Name the famous poet who is the father of Malayalam language. നമുക്കറിയാമല്ലേ, അധ്യാത്മ രാമായണം എഴുതിയ എഴുത്തച്ഛനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. നമുക്കിത് ഇങ്ങനെ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞൊരു ചാർട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് പഠിക്കുക. നെയിം എനി വൺ ഓഫ് ഹിസ് മേജർ വർക്ക്സ്. അധ്യാത്മ രാമായണം. നിങ്ങൾക്ക് വേറെയും വർക്ക്സ് അദ്ദേഹത്തിൻ്റെത് അറിയാമെങ്കിൽ അതും എഴുതാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a new style of architecture developed during the Sultanate period. അതാണ് ഇത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ അല്ലേ. നമുക്കറിയാം ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ മിഡീവൽ ഇന്ത്യയുടെ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ സ്പ്രെഡിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യത്തിൽ നിന്നും സ്കിൽഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്നു. അത് ഏതൊക്കെ രാജ്യമാണ്? തുർക്കി ആൻഡ് പേർഷ്യ. ഞാൻ ഓൾറെഡി ആൻസേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഇൻ്റർനെറ്റിൽ ഫോറിൻ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡീവൽ പീരീഡിലുള്ള ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പറയണം? ആദ്യകാലങ്ങളിൽ സിംഗിൾ റോക്കിൽ നിന്നാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ നടന്നിരുന്നതെന്നും അതിന് എക്സാമ്പിൾസ് കൊടുക്കുക. ദെൻ നമ്മൾ ചിസൽഡ് റോക്സ് ഉപയോഗിച്ചു എന്നും മൂന്നാമതായി നമ്മൾ നമ്മുടെ രാമായണ മഹാഭാരത പോലെയുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള എക്സാപ്സ് സ്റ്റോൺ വാൾസിലും ടെമ്പിൾസിലൊക്കെ കാർവ്ഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയെന്നും അതുകൂടാതെ തന്നെ ആർട്ട് ഫോംസ് ലൈക്ക് ഡാൻസും മ്യൂസിക്കൽ കോൺസേർട്സിൻ്റെയും യുദ്ധങ്ങളുടെയും എല്ലാം സീൻസ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്കൾപ്ചേഴ്സായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഒഴിവാക്കാൻ കഴിയുമോ? ഇല്ലല്ലേ. അതും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതിൻ്റെ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഓരോ എക്സാമ്പിളിനെ പറ്റി നമുക്ക് അറിയാം അല്ലേ. താജ്മഹൽ എങ്ങനെയാണ്, കുത്തബ് മിനാർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെപ്പറ്റി ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ചർച്ചസ്, നമ്മുടെ പോർഷൻ്റെ അവസാന ഭാഗത്തോട്ട് ചർച്ചസിനെ പറ്റി പറയുന്നുണ്ട്. സോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഇതിൽ മെയിനായിട്ടും എന്തായിരുന്നു അവിടുത്തെ പ്രത്യേകത എന്നും അതിൻ്റെ ഉള്ളൊരു എക്സാമ്പിളുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. Then the Arabs acquired the knowledge on science and technology that originated in ancient India, and they propagated the concept of zero in Europe. Which numeral system of India was propagated by the Arabs? ഏത് numeral system ആണ്? Decimals ആണല്ലോ. ഞാൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. And write the two contributions of Arabs in the field of science and literature. സയൻസിലാണെങ്കിൽ the Al-Razi and Ibn Sina were the scholars in the field of medical science. Kutabul Hawi, written by Al-Razi, is a major work on മെഡിക്കൽ സയൻസ്. അത് കിട്ടിയല്ലോ. ദെൻ അൽ-ഖ്വാനിൻ ഈസ് എ വർക്ക് ഓഫ് ഇബ്ൻ സിന. അതും കിട്ടി. ഇത് രണ്ടും മെഡിക്കൽ സയൻസിലുള്ള വർക്കാണ്. സോ അതിൻ്റെ ആൻസറായി. ദെൻ നമുക്ക് എന്താ വേണ്ടത്? ലിറ്ററേച്ചർ കൂടെ വേണം അല്ലേ. റുബായത്ത് ഓഫ് ഒമർ ഖയ്യാം ആൻഡ് ഷഹനാമ റിട്ടൺ ബൈ ഫിർദൗസി ആർ റിമാർക്കബിൾ ലിറ്റററി വർക്ക്സ് ഓൺ ദ പീരീഡ്. ഓക്കെ, ലിറ്റററി വർക്ക്സുമായി. ദെൻ വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ചൈനീസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ്? ഏതാണ്? എന്താ ഇവിടെ റൈറ്റ് സൈഡിലെ ടേബിൾ തന്നത്? ദ പ്രിൻറ്റിംഗ് ടെക്നോളജി ഹെൽപ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ്. ദ മറൈനേഴ്സ് കോമ്പസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ ഇസ് ഓൾസോ എ ചൈനീസ് കോൺട്രിബ്യൂഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ടെക്സ്റ്റിലുള്ള ഈ പേരുകൾ, വർക്ക്സ്, പിക്ചേഴ്സ് ഒക്കെ അതൊക്കെ പഠിക്കാൻ നിങ്ങളൊരു 5 തവണ ടെക്സ്റ്റ് എടുത്ത് വായിച്ചാൽ മതി. പരീക്ഷയുടെ തലേ ദിവസമാണ് നിങ്ങൾ ഈ ബുക്ക് എടുക്കുന്നതെങ്കിൽ പോലും എന്ത് ചെയ്യുക? ഓക്കെ, ടൈം ടേബിൾ വെച്ച് ഇന്ന് ഞാൻ 6 മണി തൊട്ട് 10 മണി വരെ പഠിക്കും, അതിൻ്റെ ഇടയിൽ ഒരു 15 മിനിറ്റ് ഞാൻ ഡിന്നർ കഴിക്കാൻ പോകും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഒരു 5-6 തവണ ടെക്സ്റ്റ് വായിക്കുക. ജസ്റ്റൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെമ്പിൾ ആർട്സും റിച്വൽ ആർട്സും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ അറിയാം. ഇത് വേഗം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ആർട്ട് ഫോംസ് ഇൻ പിക്ചേഴ്സ് ഗിവൺ അബോവ്. മേളിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് ക്ലാസിഫൈ ദെം ഇൻടു ടെമ്പിൾ ആർട്സ് ആൻഡ് റിച്വൽ ആർട്സ്. മേളിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല. നമുക്ക് ടെമ്പിൾ ആർട്സ്, റിച്വൽ ആർട്സ് എന്താണെന്ന് കോൺസെപ്റ്റ് പറഞ്ഞു പോകാം. മേളിൽ തന്നിട്ടുള്ള പടങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നോട് പറയാം, കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ദെൻ കൂത്ത്, കൂടിയാട്ടം ആൻഡ് കഥകളി were staged in the കൂത്തമ്പലം attached to temples. കൂത്ത്, കൂടിയാട്ടം, കഥകളി പോലുള്ള കലകൾ നമ്മൾ എവിടെയാണ് ഏത് സ്റ്റേജിലാണ് അവതരിപ്പിക്കുക?
ടെമ്പിൾസിനോട് ചേർന്ന് വരുന്ന കൂത്തമ്പലത്തിലാണ് അവതരിപ്പിക്കുക. ഇങ്ങനെയുള്ള ആർട്ട് ഫോംസിനെയാണ് നമ്മൾ ടെമ്പിൾ ആർട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ റിച്വൽ ആർട്ട് ഫോംസ് ലൈക്ക് തെയ്യം, തിറ, കളം, പാട്ട് ഇവയൊക്കെ നമ്മൾ കാവുകളിലാണ്, സീക്രട്ട് ഗ്രൂവ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. ഇതിനെയാണ് നമ്മൾ റിച്വൽ ആർട്ട് ഫോംസ് എന്ന് പറയുന്നത്. ഇവയാണ് ടെമ്പിൾ ആർട്സിനേക്കാളും മോർ പോപ്പുലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇതിനെപ്പറ്റി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് പഠിക്കാതെ പോകരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഡ്യൂറിങ് മിഡീവൽ പീരീഡ് ദ ചൈനീസ് ആൻഡ് അറബ്സ്, വീണ്ടും ചൈനീസിൻ്റെ അറബ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ് ഓഫ് വർഷിപ്പ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ചൈനീസ്, ഏതാണ്? പക്കോഡാസ് ആണ്. ആൻഡ് നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വായിക്കുക, ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് മനസ്സിലാക്കണം, പിക്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടെക്സ്റ്റിൽ കുറേ അധികം പിക്ചേഴ്സ് ഉണ്ട്, അതെല്ലാം പഠിച്ചു വയ്ക്കാം. ഐഡൻറ്റിഫൈ ദ കൺസ്ട്രക്ഷൻസ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഓക്കെ, നെയിം ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. റൈറ്റ് 2 ഫീച്ചേഴ്സ്, നമുക്ക് 4 ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. സോ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ 4 എണ്ണം ചോദിച്ചേക്കാം. സോ എന്ത് ചെയ്യുക, 4 എണ്ണം പഠിച്ചു വയ്ക്കാം. വെരി ഈസി, എന്തായാലും പഠിക്കുക, ഉറപ്പായിട്ടും ചോദിക്കും. Then each climatic region has its own features. Write down the climatic features of equatorial climatic region, latitudinal position of equatorial climatic region, and gathering forest products are the means of livelihood of the people in the equatorial climatic region. What may be the reason? നമുക്കറിയാം ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഉണ്ട്, തുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ ഉണ്ട്, ഡെസേർട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും, അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കാം. ഓക്കെ, എന്തായാലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 എണ്ണമോ ചോദിച്ചെന്ന് വരാം. സോ ഇവിടെ പെക്യുലാരിറ്റീസ് ഞാൻ ടെക്സ്റ്റ് എടുത്ത് തന്നിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ ഏതാണ്? 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും ആണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പഠിച്ചു അല്ലേ, ഇവിടെ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഇവർ മെയിൻലി ചെയ്യുന്നത് കാട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ ഗ്യാദർ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. എന്താവും കാരണം എന്നാണ്. കാരണം എന്താണ്? അവിടെയുള്ള ഡൈവേഴ്സിറ്റി അല്ലേ. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് റിച്ച് ഫ്ലോറ ആൻഡ് ഫോണ ഉള്ള സ്ഥലമാണ്. ആൻഡ് ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫോളും ഇവിടുത്തെ വെജിറ്റേഷന് വളരെ ഗുണകരമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് അവിടെ ഏറ്റവും കൂടുതലായി ലഭിക്കുന്നത് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലിവ്ലിഹുഡും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെനി ന്യൂ സിറ്റീസ് ഡെവലപ്ഡ് ഇൻ യൂറോപ്പ് ബൈ ദ 11th century. Point out the peculiarities of medieval European cities. Many European cities had trade relations with countries like India, China, etc. and what were the resources exchanged by them? സോ ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ സിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഹാൻഡിക്രാഫ്റ്റിൻ്റെയും ട്രേഡിൻ്റെയും സെൻറ്റേഴ്സ് ആയിരുന്നു. ദ ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് ഫോംഡ് അസോസിയേഷൻസ് കോൾഡ് ഗിൽഡ് പോലുള്ള അസോസിയേഷൻസ് അവർ ഫോം ചെയ്തു. ഇത് കൂടാതെ തന്നെ ബ്ലാക്ക് സ്മിത്ത്, അതായത് ട്രേഡേഴ്സ് കൂടാതെ തന്നെ ബ്ലാക്ക് സ്മിത്തും ഗോൾഡ് സ്മിത്തും ലെതർ വർക്കേഴ്സും കാർപ്പൻറ്റേഴ്സും എല്ലാം അവരുടേതായ അസോസിയേഷൻസ് ഫോം ചെയ്തു. ദെൻ സ്പൈസസ്, ജെംസ് ആൻഡ് ക്ലോത്ത്സ് ഫ്രം ഇന്ത്യ ആൻഡ് ചൈന വെയർ ഇമ്പോർട്ടഡ് ടു ദീസ് സിറ്റീസ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലേ എന്തൊക്കെയാണ് അവർ എക്സ്ചേഞ്ച് ചെയ്തതെന്നുള്ളത്. സ്പൈസസ്, ജെംസ് ആൻഡ് ക്ലോത്ത്സ്. വീണ്ടും നമ്മൾ പറഞ്ഞു ടെമ്പിൾ ആർട്സും റിച്വൽ ആർട്സിനെയും പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ആർട്ട് ഫോംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ടെമ്പിൾ ആർട്സും റിച്വൽ ആർട്സും ക്ലാസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ടെമ്പിൾ ആർട്സ് നടക്കുന്ന സ്റ്റേജ് നമ്മൾ എന്താ പറയുക, കൂത്തമ്പലം അല്ലേ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് പഠിക്കാമല്ലേ. നമ്മൾക്ക് പലതും നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ കണ്ടിട്ട് ഈ പല കലാരൂപങ്ങളും നമുക്കറിയാമായിരിക്കും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇമ്പോർട്ടൻ്റ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓരോ ലാറ്റിറ്റ്യൂഡും അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ പേരും പഠിച്ചു വയ്ക്കാം. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഈ പടം കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ വരയ്ക്കാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഓക്കെ വരയ്ക്കുക, ഒരു തവണ പറഞ്ഞു നോക്കുക, വീണ്ടും വരയ്ക്കുക, ഒരു തവണ പറഞ്ഞു നോക്കുക, ദെൻ കാണാതെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ടേബിളിലാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരും എഴുതണം, അതിൻ്റെ ഡിഗ്രി മെഷറും എഴുതണം. ഇത് പല രീതിക്ക് ചോദിക്കാം, മിസ്സിങ് ആയിട്ട് ചോദിക്കാം. അതായത് ഫിഗർ തന്നിട്ട് നെയിം എഴുതാൻ പറയാം, അല്ലെങ്കിൽ നെയിം തന്നിട്ട് ഡിഗ്രി എഴുതാൻ പറയാം, അങ്ങനെ പലതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോട്ട് ഡെസേർട്ടും
ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനും തുൻഡ്ര ക്ലൈമറ്റിക് റീജിയൻ്റെയും പെക്യുലാരിറ്റീസ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹ്യൂമൻ ലൈഫ്. ഓരോ ക്ലൈമറ്റിക് റീജിയനിലെയും ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ഒന്നും നമുക്ക് കളയാനില്ല. വീണ്ടും ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആർ ഗിവൺ ബിലോ. ഇവ ഓരോന്നും ഏത് ക്ലൈമറ്റിക് റീജിയനിലാണ് ഇൻക്ലൂഡ് ആവുന്നതെന്നുള്ളത് എഴുതുക. ദെൻ വൈ ഡോണ്ട് ദ ഇന്യൂട്ട്സ് മേക്ക് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ്? അതിൻ്റെ ആൻസറും എഴുതുക. ഇന്യൂട്ട്സ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കാറില്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ കോൾഡ് ടെമ്പറേച്ചർ, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കാത്തത്. The Inuits have typically lived in the harshest of conditions for millennia. For their hunting quest, they were aware of the unpredictable weather patterns that typically allowed them to fly safely on the sea ice. Okay? അവിടുത്തെ ഹാർഷ് ക്ലൈമറ്റ്, അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റ് കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്? അവരൊരിടത്തും പെർമനൻ്റ്ലി സെറ്റിൽ ആവാത്തത്. ഓക്കെ, അതായത് ഹണ്ടിങ്ങും ഫിഷിങ്ങും ആണ് അവരുടെ മെയിൻ മീൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെന്താ ചെയ്യുക? ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ആണ് താമസിക്കുക. അവർ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും താമസിക്കുന്ന ഒരു പതിവില്ല. അടുത്ത് വീണ്ടും അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയന് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നോട്ട്സ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വീണ്ടും ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ചോദിച്ചിട്ടുണ്ട്. ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ ബി ആൻഡ് സി. ABC ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അത് ഏത് ലാറ്റിറ്റ്യൂഡ് ഏത് ലോഞ്ചിറ്റ്യൂഡിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെന്നുള്ളത് എഴുതാം. ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ, ഇതിലൊന്നുമില്ല, ജസ്റ്റ് നോക്കുക എഴുതാം. Then write down the correct statements from the following. Seasons are caused by the rotation of Earth. തെറ്റാണല്ലേ? Seasons are caused by the revolution of Earth. Then all the planets in the solar system revolve around the sun. Yes, correct ആണ്. Seasons are caused by the revolution of Earth. correct ആണ്. Day and night occur due to revolution of Earth? No, rotation of Earth. ഇവിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഫിഗർ ചെയ്യാൻ തന്നിട്ടുണ്ട്. കിങ് ലോർഡ്സ്, ലെസർ ലോർഡ്സ് ആൻഡ് ഫാമേഴ്സ്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശമാണ് മാനർ. മാനറിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? മെഡോസ്, മാനർ ഹൗസ്, അതായത് ലോർഡിൻ്റെ റെസിഡൻസ്, മിൽസ്, ഹട്ട്സ് ഓഫ് ഫാമേഴ്സ് ആൻഡ് പ്ലേസ് ഓഫ് വർഷിപ്പ്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ടെക്സ്റ്റ് മാത്രം വായിച്ച് പഠിച്ചാൽ മതി, ഉറപ്പായിട്ടും ആൻസർ എഴുതാൻ പറ്റും. വെറുതെ ഒരു തവണ വായിച്ചിട്ട് പോയാൽ ഓർമ്മയൊന്നും നിൽക്കില്ല. ഒരു 3-4 തവണ വായിച്ച് പഠിക്കാം കേട്ടോ. വീണ്ടും പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്ഷേത്ര നിർമ്മാണ രീതികളിലെ മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അത്. ബൃഹദീശ്വര നിർമ്മിക്കപ്പെട്ട ഏത് ചോള രാജാവിൻ്റെ കാലത്താണ്? രാജരാജ ചോള. ആൻഡ് കാമാഖ്യ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? അസം. ഇതെല്ലാം ടെക്സ്റ്റിൽ അതേപോലെ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു വ്യത്യാസവും ഇല്ല, ഒരു കറക്കിക്കുത്തലോ ഒന്നും വേണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ സ്ട്രെയിറ്റ് ആയിട്ട് ആൻസർ എഴുതണമെങ്കിൽ നന്നായിട്ട് വായിച്ച് പഠിക്കാം. ദെൻ ഇവിടെ കുറച്ച് രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. അക്ഷാംശരേഖകളും രേഖാംശരേഖകളും മാർക്ക് ചെയ്യുക. ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇന്ത്യ 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയാണ്. ഇൻ ബിറ്റ്വീൻ ആണ് എഴുതേണ്ടത്. എന്ത് ചെയ്യുക? അതുപോലെ നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ ലൊക്കേറ്റ് ചെയ്യുക, എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻസേഴ്സ് ഞാൻ പറഞ്ഞുതരാവേ. വിവിധ കാലഘട്ടങ്ങളിൽ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തു വിദ്യാരീതി. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പെക്യുലാരിറ്റീസിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെക്യുലാരിറ്റീസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇൻഡോ ഇസ്ലാമിക് ശൈലിയും ഗോത്തിക് ശൈലിയുമുള്ള നിർമ്മിതികൾക്ക് ഒരു ഉദാഹരണം എഴുതുക. യെസ്, എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് പഠിച്ചാലും അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അതിനകത്ത് ടെക്സ്റ്റിലുണ്ടെങ്കിൽ അത് എന്തായാലും പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾ മാത്രമായിട്ടും ചോദിക്കുന്നുണ്ട്. ഇവിടെ വെറുതെ 2 പേരെഴുതിയാൽ മതി, മാർക്ക് കിട്ടും. സോ പേരെഴുതാൻ അറിയണം. സോ എന്ത് ചെയ്യുക? എക്സാമ്പിൾസും പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ഓരോ കാലാവസ്ഥ മേഖല തന്നിട്ടുണ്ട്. അവിടുത്തെ ജീവികളുടെ പേര് എഴുതാനാണ്. മുകളിൽ തന്നിട്ടുള്ളതിന് ആ ടേബിളിലോട്ടാക്കുക. മരിപ്പച്ചകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. സ്ട്രൈറ്റ് ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പാടായിട്ട് നമുക്കൊന്നും പറയാനില്ലല്ലേ. നമുക്ക് എല്ലാതും കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ എന്താണ്?
തുറസായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ദിവസത്തെ വിവിധ സമയങ്ങളിലെ നിഴലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ നിഴലുകൾക്ക് വ്യത്യാസമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പല സൈഡിലാണല്ലേ സണ്ണിൻ്റെ പൊസിഷൻ വരിക. അതുകൊണ്ടാണ് ഈ നിഴലുകൾക്ക് പല സമയത്ത് പല പൊസിഷൻസ് വരുന്നത്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, അവിടെ എല്ലാം സണ്ണിൻ്റെ പൊസിഷൻ നോക്കിയാൽ അത് സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നത് എന്തുകൊണ്ടാണ്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. Along the rotation on its axis, Earth also move around the sun, and the movement of Earth around the sun is called revolution. And എന്താണ് പരിക്രമണം? പരിക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? എന്താണ് പരിക്രമണം? റവല്യൂഷൻ കാരണമാണ് നമ്മുടെ എർത്തിലെ സീസൺസ് ഉണ്ടാവുന്നത്. ആൻഡ് എത്ര ദിവസങ്ങളെടുക്കും? 365 ക്വാർട്ടർ ഡേയ്സാണ് ഒരു റവല്യൂഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ടെക്സ്റ്റിലെ സെയിം സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ വീണ്ടും താഴെ കാണുന്ന അടിസ്ഥാനത്തിൽ ശൈത്യമേഖലയിൽ ജീവിക്കുന്ന ഇന്യൂട്ടുകളുടെ ജീവിത രീതി വിശദീകരിക്കുക. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിൽ വടക്ക് ഉത്തര ധ്രുവത്തെ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏത് എന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻസേഴ്സ് കണ്ടുപിടിച്ച് എഴുതും. ദെൻ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ജനവിഭാഗത്തിൻ്റെ പേര് എഴുതുക, സവിശേഷതകൾ എഴുതുക, ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണെന്നുള്ള കാര്യവും എഴുതുക. ഇതും നമ്മൾ പറഞ്ഞതാണല്ലോ. ഇതിൻ്റെ ആൻസറും പഠിക്കാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി. ഈ ക്വസ്റ്റ്യൻസിനെ പോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായി വായിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ടേക്ക് കെയർ.